പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോംവഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ, സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ, നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ. സുന്ദരി മാതാവ് സമയത്തിനധികമായി പരിശുദ്ധാത്മ കൃപാസനം മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ. നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നിങ്ങൾ സംസാരിച്ച ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവെ, കൃപ വന്ന് പെട്ടിരിക്കുന്ന വഴികൾ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, പല വിഷയങ്ങളെക്കുറിച്ച് ഏത് ജോലിക്ക് പോകണം, ഏത് നാട്ടിൽ പോകണം, ഏത് രാജ്യത്ത് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, എന്ത് പഠിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, അവർക്ക് പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനം എടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ രോഗപീഠകൾ, വേദന രോഗങ്ങൾ, മറ്റ് വ്യക്തികളുമായിട്ടുള്ള വഴക്കുകൾ, കേസുകൾ, കോടതി കേസുകൾ, പോലീസ് കേസുകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷാ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥയിൽ ഞാൻ നിങ്ങളെ യേശുനാമത്തെ ആശീർവദിക്കുന്നു. പിതാപുത്രൻ പരിശുദ്ധാത്മാവിനെ നീക്കുവാവേ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, ഇന്നത്തെ ആൾക്കാരുടെ ആധ്യാത്മികതയില്ലേ, എനിക്കത് വളരെ പൂർവികരെക്കാളും വളരെ സത്യസന്ധമായ ആധ്യാത്മികത എന്നുള്ളത്. അതിൻ്റെ കാരണങ്ങളിലൊന്ന്, പൂർവികർക്ക് ബൈബിള് അധിഷ്ഠിതമായിട്ടൊരു ആധ്യാത്മികത കുറവായിരുന്നു. കാര്യം ബൈബിള് ഇതുപോലെ വ്യാഖ്യാനിച്ച് കൊടുക്കുകയോ വചനാധിഷ്ഠിതമായിട്ട് ജീവിതം ക്രമീകരിക്കുന്നതിൻ്റെ സാങ്കേതിക വശങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യാനുള്ള സംവിധാനങ്ങളില്ലായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. നമ്മൾ ആൾക്കാരോട് എന്തെങ്കിലും പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കുക മാത്രമല്ല, ആൾക്കാരത് അപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച നിങ്ങളുടെ ഉടമ ധ്യാനത്തിൽ പറഞ്ഞ രമ്യ വർഗീസൊക്കെ ഇതിൻ്റെ ഉസ്താദന്മാരാണ്. പക്ഷേ അവർ ആപ്ലിക്കേറ്റ് ചെയ്യും. എന്ത് സംഭവം കിട്ടിയാലും
ആ വചനം ഇപ്പം നോട്ട് ബൈ മെറിറ്റ് എന്തുമാത്രം സർവജനീയമായി എല്ലാവരും നോട്ട് ബൈ മെറിറ്റ് പറയുന്നില്ലേ? പറയണവരാരാണ്? ഇത് കൂടുതലും വിദ്യാർത്ഥികളാണ്. ആര്? മാസ്റ്റർ ഡിഗ്രി എടുക്കുന്ന ആൾക്കാരൊക്കെയാണ് ഇത് പറയണത്. ഞങ്ങൾ അവസാനേക്ക് മനസ്സിലായി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇത് നോട്ട് മെറിറ്റിലെ വർക്ക് ചെയ്തവരുണ്ട്. അപ്പോൾ അവർ പറയാതെ ഞങ്ങൾക്ക് കണ്ണു പറയാം. എന്ന് വെച്ചാൽ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ എന്നെക്കൊണ്ട് വയ്യ, ഇത് നോട്ട് ബൈ മെറിറ്റിലെ വർക്ക് ചെയ്തോ കേട്ടോ, അമ്മ ഇടപെട്ടിലേക്ക് നടക്കത്തില്ല. അപ്പം ആ ഉടമ്പടിയുടെ കാമ്പ് എടുത്തിട്ട് തന്നെ അവർ പ്രേയറാക്കി മാറ്റും. ഇനി അവരുടെ തന്നെ അമ്മയോട് ഡിസ്കസ് ചെയ്യാനുള്ള ആംബിയർ കൂട്ടാൻ വേണ്ടി എന്നാ ചെയ്യുക? അവർ ചുറ്റും നടന്ന് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും. ആ രമ്യ വർഗീസും ഇനി 3 കുഞ്ഞുങ്ങളുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയാണ്. അവർ പറഞ്ഞു, ഞാൻ 25 കിലോമീറ്റർ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളും പോയി പത്രം കൊടുത്തോണ്ടിരിക്കുമെന്ന്. ആ കുഞ്ഞുങ്ങളോട് നടന്നിട്ട്, ചെറിയ കുഞ്ഞുങ്ങളാണ്, നടക്കാൻ പറ്റിയ കുഞ്ഞുങ്ങളായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അവർ 25 കിലോമീറ്റർ നടന്നു പോയി പത്രം കൊടുക്കുക. അപ്പോൾ എന്താ പ്രശ്നം? അതിന് വരുന്ന വിഷയമായിട്ട് പത്രം കൊടുത്തു എന്നതിനേക്കാൾ ഉപരി ദൈവത്തിന് അവരെ വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ദൈവത്തിന് ഒരു ഉറപ്പായിട്ടുള്ളൊരു പാറയായിട്ട് നമ്മൾ മാറുക. കാര്യം ഈ പാറമേൽ എൻ്റെ പള്ളി പണിയുന്നതിലേക്ക് 10 ദിവസം കൊണ്ട് ഈശോ പറഞ്ഞത്, ഈ പാറമേൽ എൻ്റെ പള്ളി പണിയും. അപ്പോൾ അത് ആ വചനം എടുത്തേ, മത്തായി 16:18. മത്തായി 16:18. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഇപ്പം ഇന്ന് വിഷയം ഈ പാറമേൽ എന്നുള്ള വാക്കിന് പ്രാധാന്യം. നമുക്ക് ദൈവത്തിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉറപ്പായിരുന്ന വെള്ളത്തിൽ ദൈവം കൊണ്ടുവന്ന് പെയിൻ്റ് അടിക്കത്തില്ല എന്നൊക്കെയല്ല. ഐസ് കെട്ട പെയിൻ്റ് അടിക്കണമെന്ന് കേട്ടിട്ടില്ലേ? ഐസ് കെട്ട പെയിൻ്റ് അടിച്ചാൽ ഇപ്പോൾ ബ്രഷ് എടുക്കുമ്പോൾ തന്നെ അത് ഉരുകിപ്പോവും. അപ്പം ദൈവം ഇങ്ങനെ ഐസ് കെട്ടലൊന്നും പെയിൻ്റ് അടിക്കത്തില്ല. അപ്പം നിങ്ങൾ ഐസായി ഇങ്ങനെ മാറി മാറി ലക്ഷണം മാറുന്ന ആൾക്കാരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈവം വർക്ക് ചെയ്യത്തില്ല. ദൈവം പറഞ്ഞ എന്താണ്? ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും. ഇപ്പം രമ്യ വർഗീസ് ഒരു പാറയാണ് ശരിക്കും പറഞ്ഞാൽ. രമ്യ വർഗീസ് ഭർത്താവിൻ്റെ അസുഖത്തിന് അവരെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഡൊമിനിക്കിനോടും വൈഫിനോടും പറഞ്ഞ പോലെ തന്നെ രമ്യ കൃപാസനം ചവിട്ടിയപ്പോൾ തന്നെ അമ്മ പറഞ്ഞ്, മകളെ ദുരന്തം ഉണ്ടാകാൻ പോകണം, പ്രാർത്ഥിക്കണം. അപ്പം രമ്യ ഉടനെ വിവേചിച്ചു, ഇത് അമ്മയുടെ പ്രത്യക്ഷയുടെ സന്ദേശമാണല്ലോ, അപ്പം അമ്മയാണല്ലോ എന്നെ ഇവിടെ കൊണ്ടുവന്നത്, അമ്മ അറിയാതെ ഒന്നും ജീവിതത്തിൽ സംഭവിക്കത്തില്ലല്ല, അതുകൊണ്ട് നമുക്ക് ഉടമ്പടി എടുത്തിട്ട് പോകാമെന്ന്. ഉടമ്പടി എടുത്തിട്ട് രമ്യ വർഗീസ് ഭർത്താവിനെ എന്നെ കാണിക്കാൻ വന്നു. അപ്പം ഞാൻ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ച്. അപ്പം രമ്യ സാക്ഷ്യം പറയണത്, അച്ഛൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അച്ഛൻ എന്ത് പന്തികേട് തോന്നിക്കാണോയിരിക്കും, അച്ഛൻ എന്നെ തട്ടിയെന്ന്. അച്ഛൻ ഇങ്ങനെ എൻ്റെ ഭുജത്തിൽ ഇങ്ങനെ തട്ടി. അപ്പം എനിക്ക് കിട്ടിയ മെസ്സേജ്, കർത്താവിൻ്റെ ഹിതം എന്താണ്, അത് നീ സ്വീകരിക്കണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ കർത്താവിൻ്റെ ഹിതം, എൻ്റെ ഭർത്താവ് പിറ്റേ ആഴ്ച മരിച്ചുപോയി, കർത്താവിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് പറഞ്ഞ ദുരന്തം ഇതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ദൈവഹിതത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് ഞാനത് ഏറ്റെടുത്ത്. അതാണ് ഈ പാറ എന്ന് പറഞ്ഞ സാധനം. അല്ല, ഞാനത്ര പ്രാർത്ഥിച്ചതാണ്. ഞാനിപ്പോൾ പണ്ട് ഓർക്കൊണ്ടേ, ഞാൻ ഒരു വീട്ടിലൊരു മരിപ്പിന് ഓട്ടോറിക്ഷ ഇടിച്ച് മരിച്ച ഒരു വീട്ടിൽ, ഓട്ടോറിക്ഷയിൽ ലോറി ഇടിച്ച് മരിച്ചു. എൻ്റെ ഇടവക്കാരനാണ്. അപ്പോൾ അവനിങ്ങനെ മരിച്ച് കുരിശൊക്കെ പിടിച്ച് അവൻ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പോയി ഒപ്പിസ് ചെല്ലി. എല്ലാവർക്കും ദുഃഖമുണ്ട്. കാര്യം നാട്ടുകാരനാണ്, അറിയാവുന്ന ആളായതുകൊണ്ട് എല്ലാവർക്കും ദുഃഖമുണ്ട്. അപ്പോൾ ഞാനാ പ്രാർത്ഥിച്ചപ്പോൾ എന്നെ കണ്ടപ്പോൾ ആ ചേടുത്തി അവൻ്റെ അമ്മ പറഞ്ഞേ, എൻ്റെ അച്ഛാ, എത്ര കുരിശിട്ട് ഞാനിവിടെ കിടത്തി ഉറക്കിയതാണ്, അവസാനം അവൻ കുരിശി പിടിച്ച് കിടക്കുകയാണ്. നമ്മളെ ചെലോടത്തൊക്കെ ചെല്ലുമ്പോൾ ചേടുത്തിമാരുടെ പാട്ടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല. ആ മകൻ കിടക്കാൻ നേരത്ത് കുരിശിട്ടെന്ന് കാരണം ഇപ്പം ഈ അമ്മ പറയണതേ, അച്ഛനെ തോട്ടി ദൈവത്തിനെ ഉപദ്രവിക്കാൻ അവരുടെ ഉദ്ദേശം. അച്ഛനൊരു പ്രതിനിധിയോടെ വന്നിരിക്കണമല്ലേ ദൈവത്തിൻ്റെ. അപ്പം അച്ഛനെ തോട്ടി ദൈവത്തിനെ ഒളിഞ്ഞ് ഈ ബാല്യ അമ്പെയ്ത പോലുള്ള ഈ അമ്പെയ്ത്താണ് സംഭവം.
ഒരു ദുഃഖം വരുമ്പോൾ ഈ വില്ലാളി വീരത്തികളൊക്കെ വരും. ഒരു ദുഃഖം വരുമ്പോൾ അവരതിനാൽ അവർക്ക് തീരുമാനമാവും. എന്താ കാര്യം? ഇങ്ങനെയുള്ള ഒരു ഹൃദയത്തിൽ ഒരു സ്ഥലത്ത് ദൈവം ഒരിക്കലും ഒന്നും ചെയ്യത്തില്ല. അതാണ് ഈ പാറമേൽ. ഏത് പാറയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അത് ഉടമ്പടി പാറയാണ്. എന്ത് പറയണത്? അത് എടുത്തേ. മത്തായി 7:24. മത്തായി 7:24. എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. ഈ പാറമേൽ എൻ്റെ പള്ളി പണിയുമെന്ന് പറയുമ്പോൾ ഈ പാറ ഏതാണത്? എൻ്റെ വചനം ഈ 7:24 പാറയും മത്തായിയുടെ സുവിശേഷത്തിൽ അതാണത്. എൻ്റെ വചനം കേൾക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്നവൻ പാറയാണെന്ന്. അപ്പോൾ എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരല്ലേ ഉടമ്പടിയിലുള്ളത്. അല്ലെങ്കിൽ എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് പറയുന്നവരാണല്ലോ ഉടമ്പടി എടുക്കണത്. അപ്പോൾ ഉടമ്പടി ജീവിക്കുന്നതിലൂടെ നമ്മൾ പാറയായി മാറുകയും ആ പാറമേൽ ദൈവത്തിൻ്റെ പദ്ധതികൾ പണിയും. നീ ഒരു പാറയാകാൻ വേണ്ടിയുള്ള ദൈവവിളിയാണ് ഉടമ്പടി നമ്മുടെ മുമ്പിൽ നീട്ടുന്നത്. അതനുസരിച്ച് അറിഞ്ഞ് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആ വർഷം തന്നെ നവംബർ മാസം ലാസ്റ്റ് ആയപ്പോഴത്തേക്കും വീണ്ടും എൻ്റെ പുറത്തുനിന്ന് കലശലായ വേദന അനുഭവപ്പെട്ടു തുടങ്ങി. അപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു എല്ല് തേയ്മാനമാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്താണെന്നുള്ളത് കുറിച്ച് മനസ്സിലാകുന്നില്ല. ഞാൻ കൃപാസനം മാതാവിൻ്റെ തൈലവും ഉപ്പും തേനും ഒക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ രോഗമുള്ള ഭാഗങ്ങളിലൊക്കെ ഞാൻ പുരട്ടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഡോക്ടറെ അടുത്ത് പറഞ്ഞു എന്താ രോഗം എന്നുള്ളത് മനസ്സിലാകുന്നില്ല, എല്ല് തേയ്മാനമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മാസത്തോളം രാത്രികളിൽ ഞാൻ ഉറങ്ങാണ്ടിരുന്നു എൻ്റെ പുറത്തെ വേദനകൾ കൊണ്ട്. കൃപാസനം മാതാവിനോട് പ്രാർത്ഥിപ്പിക്കുമ്പോൾ മാത്രം കുറച്ച് കുറവ് കിട്ടും. ആ സമയത്ത് തൈലമൊക്കെ ഞാൻ പുറത്ത് പുരട്ടി വെളുപ്പിനെ 3 മണിയൊക്കെ ആകുമ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ നേരത്തേക്കൊക്കെ ഉറങ്ങും. ഒരു മാസത്തോളം ഞാൻ ഉറങ്ങാണ്ട് ജീവിച്ച വ്യക്തിയാണ്. അതിനുശേഷം ഞാൻ ക്രിസ്മസ് കഴിഞ്ഞു 26-ാം തീയതി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അന്നേരം എനിക്ക് കുറച്ച് വേദന കുറഞ്ഞു. 27-ാം തീയതി ആവുമ്പോൾ വീണ്ടും കലശലായ വേദന അനുഭവപ്പെട്ടു തുടങ്ങി. അങ്ങനെ ഞാൻ കോഴിക്കോട് സിറ്റിയിലെ ഒരു വലിയ ഹോസ്പിറ്റലിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ഓർത്തോ സ്പെഷ്യലിസ്റ്റ് എന്നോട് പറഞ്ഞു പുറത്ത് കാൽസ്യം അടിഞ്ഞതാണ്, കുറച്ച് ഗുളികകൾ തന്നിട്ട് എന്നെ മടക്കി വീട്ടിലേക്ക് അയച്ചു.
അന്ന് രാത്രി ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്കും എൻ്റെ വലത് കാലിൻ്റെ ചലനം പോയി തുടങ്ങിയിരുന്നു. എനിക്ക് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഞാൻ വന്നു തുടങ്ങി. പുറത്ത് അതിശക്തമായ വേദനയും അനുഭവപ്പെട്ടു തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ തന്നെ എൻ്റെ വീട്ടിൽ നിന്നും ഞങ്ങളെല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. ഹോസ്പിറ്റലിലെത്തി. അവിടെ എത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്താണെങ്കിലും നമുക്കൊരു സ്കാൻ ചെയ്ത് നോക്കാം. സ്കാൻ ചെയ്ത് നോക്കിയതിന് ശേഷം എന്താണെന്നുള്ളത് ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഡോക്ടർ എന്നെ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, വ്യക്തമായിട്ടൊന്നും മനസ്സിലാകുന്നില്ല, പുറത്തൊരു മുഴ കാണുന്നുണ്ട്, ഞാനതുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. ഓപ്പറേറ്റ് ചെയ്തതിന് ശേഷം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് പറയാമെന്ന് പറഞ്ഞു. ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ഡോക്ടർ ഓൺ ദ ടേബിളിൽ വെച്ച് തന്നെ എനിക്ക് ലിംഫോമയാണെന്ന് സ്ഥിരീകരിച്ചു. അതിനുശേഷം ഡോക്ടർ എന്നോട് പറഞ്ഞു, ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആളുകളല്ലേ, നിങ്ങൾ നല്ല വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ മതി, നമുക്കിതൊക്കെ മാറിക്കിട്ടുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആ വിശ്വാസത്തിൻ്റെ പുറത്ത് 21 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ആ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റ് മാറ്റി, ഒരു ക്യാൻസർ ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെൻറ്റ് മാറ്റി. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വിദഗ്ധമായ പരിശോധന നടത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ ക്യാൻസർ 4th സ്റ്റേജിലാണെന്ന് അവിടുത്തെ ഡോക്ടർ എന്നോട് പറഞ്ഞു. ആ വിദഗ്ധനായ ഡോക്ടർ 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറായിരുന്നു. ഡോക്ടർ എന്നോട് പറഞ്ഞു, ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ചോ, യാതൊന്നുകൊണ്ടും നിങ്ങൾ ഭയപ്പെടേണ്ട. ആ സമയത്തൊക്കെ ഞങ്ങൾ കൃപാസനം മാതാവിനോട് പ്രാർത്ഥിക്കുകയും കൃപാസനം മാതാവിൻ്റെ ഭക്തവസ്തുക്കളായ തൈലവും തേനും ഉപ്പും ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ കാലിൻ്റെ ചലനമറ്റതിന് ശേഷം എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കി അതിൽ കൃപാസനം മാതാവിൻ്റെ ഉപ്പിട്ട് തരാം, ഈ കാല് അതിൽ മുക്കി വയ്ക്ക്, നമ്മുടെ കാല് പൂർണ്ണമായിട്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരും. ആ സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞു, 80% നടക്കാനുള്ള സാധ്യതയുള്ളൂ, 20% കാലിൻ്റെ ചലനം പൂർണ്ണമായിട്ട് പോയിരിക്കും, അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. എങ്കിലും ഞാൻ അവിടെ ഒന്നും ഭയപ്പെട്ടില്ല. എൻ്റെ കൃപാസനം മാതാവിനെ ഞാൻ മുറുക്കെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മയെ എൻ്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരണമേ, എൻ്റെ 2 ചെറിയ മക്കളെ അനാഥമാക്കരുതേ, എൻ്റെ മാതാപിതാക്കൾക്കൊരു മകനെ നഷ്ടപ്പെടുത്തരുതേ, എൻ്റെ സഹോദരന്മാർക്കൊരു സഹോദരനെ നഷ്ടപ്പെടുത്തരുതേ, എൻ്റെ ഭാര്യയ്ക്കൊരു ഭർത്താവിനെ നഷ്ടപ്പെടുത്തരുതേ എന്ന് ഞാൻ കൃപാസനം മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. 3ാമത്തെ കീമോതെറാപ്പി കഴിഞ്ഞ് ഡോക്ടർ ടെസ്റ്റ് എടുത്തിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളോട് അന്ന് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊരു ദൈവവിശ്വാസിയാന്ന്, അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ രോഗം കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എൻ്റെ കഴുത്തേക്ക് നോക്കൂ ഡോക്ടറെ. ഒരു കൊന്ത എടുത്ത് കാണിച്ച് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഇതെൻ്റെ മാതാവാണ്, ഈ മാതാവിനെ ഞാൻ മുറുക്കെ പിടിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഡോക്ടറെ എൻ്റെ രോഗം കുറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ 2 കാശുരൂപം ഉണ്ടായിരുന്നു എൻ്റെ കൊന്തയിൽ. ഒരുപാട് മാതാവുണ്ടല്ലോ എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു, ഇല്ല ഡോക്ടറെ, അത് രണ്ടും ഒരു മാതാവാണ്, എൻ്റെ ഇടവും വലവും നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 കാശുരൂപം ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും എൻ്റെ ചികിത്സ തുടർന്നു. 3 കീമോതെറാപ്പികൾ കഴിച്ചു. അങ്ങനെ 2023 ജൂൺ 27-ാം തീയതി എൻ്റെ ടെസ്റ്റ് എടുത്തപ്പോൾ എൻ്റെ രോഗം പൂർണ്ണമായി മാറിയിരിക്കുന്നു. അമ്മ മാതാവ് എൻ്റെ രോഗം പൂർണ്ണമായി മാറ്റി തന്നിരിക്കുന്നു. അവിടെ വെച്ച് ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചു, ഈ കൃപാസനം മാതാവിൻ്റെ ആലയത്തിൽ വന്ന് എൻ്റെ കുടുംബത്തോടൊപ്പം ഞാനിവിടെ വന്ന് എൻ്റെ സാക്ഷ്യം ഇവിടെ പറയുമെന്ന് അന്ന് കൃപാസനം മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇന്ന് രാവിലെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇപ്പോൾ അച്ഛൻ എന്നെ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാനിതാ ഇവിടെ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ലിംഫോമ വരുത്തിയ വസ്തു എൻ്റെ ശരീരത്തിൽ നീക്കം ചെയ്യുവാനായി ഞാൻ 10 ദിവസം വീണ്ടും ആസ്പത്രിയിൽ അഡ്മിറ്റായി. അത് എൻ്റെ ശരീരത്തിൽ നീക്കം ചെയ്തില്ലെങ്കിൽ എൻ്റെ തലച്ചോറിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഭാരിച്ച ചികിത്സാ ചെലവുകൾക്കിടയിൽ ഞാൻ വീണ്ടും 10 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ശരീരത്തിൽ ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് തുടർന്നത്. വേദന കൊണ്ട് 2 കൈയിലും ഇഞ്ചക്ഷൻ ചെയ്തിരിക്കുന്നു. എല്ലാ യൂറിൻ പാസ് വരെ ബെഡിലായിരുന്നു. എൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. 4ാമത്തെ സ്റ്റേജിൽ നിന്ന് ഞാൻ ഈ ക്യാൻസർ രോഗം എന്നിൽ നിന്ന് മാറ്റിയെടുത്ത അമ്മ മാതാവിന് 1000 നന്ദി ഞാൻ പറയുകയാണ്. കൃപാസനം മാതാവിന് 1000 നന്ദി, 1000 നന്ദി. എൻ്റെ പേര് നിഷ സുധീർ. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ കുമ്പനാട്ടിൽ നിന്നാണ് വരുന്നത്. അമ്മ മാതാവും ഈശോപ്പയും എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുവാനാണ് ഞാൻ വന്നത്.
ഈ തിരുസന്നിധിയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 10/7/2023 ഉടമ്പടി എടുക്കാൻ ഒരു കാരണം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് അദ്ദേഹവും വൈഫും വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം എന്നോട് പറഞ്ഞു, നിനക്ക് കൃപാസനത്തിലൊന്ന് പൊയ്ക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. അപ്പം അതിന് മുമ്പായിട്ട് എൻ്റെ അച്ഛൻ്റെ സഹോദരൻ ഇവിടെ വന്നിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ കൃപാസനത്തിലൊന്ന് പോകണം. അപ്പം ഞാൻ സാധാരണ അത് കേട്ടു. കാരണം അവരെല്ലായിടത്തും പോകുന്നതായതുകൊണ്ട് ഞാൻ അതിനെ അങ്ങനെ കണ്ടുള്ളൂ. പിന്നീട് വീണ്ടും മാതാവ് എന്നെ വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്